സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകുമാരനും പ്രിയങ്കയും കൂടിയാണെങ്കിൽ അവിടെ നിന്ന് തള്ളി മറിക്കുവാണ്. അതെ, നിങ്ങളിനി നാളെ ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ പ്രിയങ്ക മോളാണല്ലോ, ഒന്ന് കണ്ട് സംസാരിച്ചേക്കാമെന്നോ, അല്ലെങ്കിൽ അവൾ ഞങ്ങളുടെ കുട്ടിയാണെന്നൊക്കെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അഭിമാനത്തോടെ താളി ഉയർത്തിപ്പിടിച്ച് പറയാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവളെയൊന്നും പിന്നെ കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. നാളെ സിനിമ ഇറങ്ങി സിനിമ എങ്ങാനും ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് നിലത്ത് ചവിട്ട് നടക്കാൻ പോലും പറ്റില്ലല്ലോ. വിമാനത്തിൽ നിന്നും വിമാനത്തിലേക്കുള്ള മാറി മാറിയുള്ള സഞ്ചാരവും മറ്റുമായിരിക്കും. അത്രയ്ക്ക് ആരാധകരായിരിക്കില്ലേ എൻ്റെ മോൾക്ക് ചുറ്റും. പിന്നെ അതുമാത്രമല്ല, ഇപ്പം തന്നെ ഇവൾക്ക് ഓൾറെഡി ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ കുറേ സിനിമയിൽ നിന്നുള്ള കോൾ വരുന്നുണ്ട്. പിന്നെ ഏത് വാടിയ മോളെ, എന്തോ ഒരു ഭാഷയുണ്ടല്ലോ, ഭോജ്പൂരി മുത്തശ്ശി. അതെ, ആ ഭാഷയിൽ നിന്നൊക്കെ എൻ്റെ മോൾക്ക് നിറയെ ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇന്ത്യ രാജ്യം മൊത്തമായിട്ട് തന്നെ എൻ്റെ പ്രിയങ്കമോളുടെ പിന്നാലെ ആയപ്പോൾ അതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് പ്രിയങ്കമോൾ എൻ്റെ മോളാണ്, ഞാൻ അവളുടെ അച്ഛനാണ്, ഞാൻ അവളുടെ അമ്മയാണ്, ഇത്ര നാളും ഇവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്ന പുന്നാര ചേച്ചിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവളുടെ അടുത്തുകൂടി വന്ന് നിൽക്കാനും പറ്റിക്കൂടാനും ഒക്കെ തോന്നിയെന്നിരിക്കും. പക്ഷേ അങ്ങനെ എങ്ങാനും പറഞ്ഞ് ഒറ്റൊരെണ്ണം പോലും എൻ്റെ പ്രിയങ്കമോളുടെ അരികിലേക്ക് വന്നാലുണ്ടല്ലോ, ഈ സുകുമാരിയുടെ സ്വഭാവം അങ്ങ് മാറും. ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ പറഞ്ഞവരുടെ നാവ് ഞാൻ പിഴുതെടുത്തിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ചില ബന്ധുക്കളൊന്നുമില്ല. ഇനി ഇവിടെ എന്താഘോഷം നടന്നാലും ആരുടെ അടിയന്തരമോ മരണമോ എന്ത് നടന്നാലും ശരി, ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനേ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഈ സമയം പ്രിയങ്ക പറയണേ. അതെ, ഇനിയിപ്പോൾ സിനിമയിലെ തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ ഇതുപോലെ നിന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ടാണ് അവസാനമായിട്ടൊന്ന് കണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വേണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാനിവിടെ ആറ്റുവാശ്ശേരി വളർന്നു വന്നതാണെന്നോ, അതോ കുഞ്ഞുനാൾ മുതലേ തന്നെ അവൾ വല്ല കഴിവുള്ള കുട്ടിയായിരുന്നെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കിക്കോ. ജീവിച്ചു പൊക്കോട്ടെ, അല്ലേ മുത്തശ്ശി? എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി. ഞങ്ങളെ അവിടെ എന്താണ് ആ സാധനത്തിൻ്റെ പേര്? പ്രസ് മീറ്റ് മുത്തശ്ശി. അതെ, കുറേ ആളുകളെ ഞങ്ങളവിടെ കാത്തിരിക്കുക. ആളുകൾ മാത്രമല്ല, കുറേ ക്യാമറകളുമുണ്ട്. ക്യാമറ എന്താണെന്ന് പോലും അറിയാത്ത ഇവരോടൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആധാർ കാർഡിൽ ഫോട്ടോ എടുക്കാൻ മാത്രമല്ലേ ഇവർ ക്യാമറ കണ്ടിട്ടുള്ളൂ. അല്ലാതെ സിനിമ ക്യാമറ എന്താണെന്നൊക്കെ ഈ വിവരം കേട്ട കൂട്ടുകാർക്കറിയോ? ഇത്രയും നാളും ഈ വിവരമില്ലാത്തവരുടെ കൂടെ കിടന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അത് ചാകുന്നത് വരെ ഒരു അപമാനം തന്നെയാണ്. എന്നാൽ പിന്നെ വാടി മോളെ, നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കാറി കയറി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ പറയുന്നുണ്ട്, അഹങ്കരിക്കുവാണെങ്കിൽ ഇവരെ പോലെ നിന്ന് അഹങ്കരിക്കണം. അടുത്ത ബന്ധുക്കളായിരുന്നിട്ട് പോരി കേട്ട് നിന്നപ്പോൾ തന്നെ നമുക്കവരെ തല്ലി ഓടിക്കാൻ തോന്നിയില്ലേ? അമ്മാതിരി വിറപ്പിക്കലായിരുന്നല്ലേ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയം യശോദ പറയണേ, എന്നാലും ദേവേട്ട, പ്രായം കൂടി വരുന്തോറും അമ്മയുടെ സ്വഭാവം വീണ്ടും ദുഷിച്ചു വരുവാണല്ലോ. എന്തൊക്കെയാണ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ അവസാനം നീ എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്? അന്നേരം രാധിക പറയുന്നുണ്ട്, എന്നാണെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നല്ലേ പറഞ്ഞിട്ട് പോയത്? അത്ര ആശ്വാസം ഉണ്ടല്ലോ. അന്നേരം ദൈവം പറയണേ, മോളെ അതിലൊന്നും ഒരു കാര്യമില്ല, ഭൂമി ഉരുണ്ടതല്ലേ, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കാനാണ്? ഇതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അങ്ങനെ അവർ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ വരും. അല്ലാതെ ഇതിന് മറ്റൊരവസാനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ശാപമൊന്നുമല്ല, വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടിയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളല്ലേ അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എല്ലാം ഫലം അവരനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് ദേവനകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന കമ്പനിയിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. വരുൺ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നതും ഇന്നലെ വിളിച്ച HR-നെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം അവിടെ വന്ന് നിൽക്കുന്ന വരുണിനെ കാണുന്നതും ആ HR വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. വരുൺ, മാഡം, ഞാൻ ഇൻ്റർവ്യൂവിനെത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. സാരമില്ല. അല്ല, ഇൻ്റർവ്യൂ കഴിഞ്ഞോ? ഇന്ന് 3 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായത്. അതിൽ 2 പേരുടെ കഴിഞ്ഞു. അവർ 2 പേരും വെയിറ്റിങ്ങില്ല. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് വന്നോളൂ. ഞാൻ കരുതി ഇൻ്റർവ്യൂ കഴിഞ്ഞു പോയിന്ന്. ഇല്ല. അങ്ങനെ വരുണിനെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ആ പെൺകുട്ടി കൊണ്ടുപോവുകയാണ്. വരുൺ അങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരുടെ മുമ്പിലെത്തുവാണ് കേട്ടോ. ഈ സമയം ആ പെൺകുട്ടി ഇതാണ് 3ാമത്തെ ആളെന്ന് പറഞ്ഞ് വരുണിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുൺ തൻ്റെ ഫയലൊക്കെ അവരെ ഏൽപ്പിക്കുവാണ്. ഈ സമയം അവിടെ ഇരുന്ന ഒരാൾ ചോദിക്കണേ, വരുൺ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്നറിയോ? അറിയാം സാർ, സമയം. ഗുഡ്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിനെത്താൻ ഹാഫ് ആൻ അവർ ലേറ്റായി. അരമണിക്കൂറിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം സാർ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ കുട്ടി അപകടത്തിൽപ്പെട്ടിയ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ആ കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കാനും വേണ്ടി കുറച്ച് സമയം എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു. അതിൽ ആ കുട്ടിയുടെ ജീവൻ്റെ വിലയാണ് ഞാൻ കാണുന്നത്. വരുൺ, റോഡ് ആക്സിഡൻ്റൊക്കെ സ്വാഭാവികമല്ലേ? പക്ഷേ അതെല്ലാം നമ്മളൊരു സ്ഥലത്ത് കൃത്യമായിട്ട് എത്തുന്നതിൽ നിന്നും നമ്മൾ പിന്നോട്ട് വലിക്കേണ്ട കാര്യങ്ങളാണോ?
ഒരിക്കലും അല്ല സാർ. പക്ഷേ എൻ്റെ കൺമുമ്പിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുന്നത് കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. സഹജീവികളോടുള്ള സ്നേഹവും നമ്മളുടെ ജീവിത മൂല്യങ്ങളുടെ ഒരു ഭാഗം തന്നെയല്ലേ. അതിൻ്റെ പേരിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും അതെനിക്കൊരു വലിയ വിഷമമായിട്ട് ഞാൻ കാണില്ല. ഓക്കെ മിസ്റ്റർ വരുൺ, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വരുണിൻ്റെ ഡീറ്റെയിൽസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും ഒക്കെ നോക്കുകയാണ്. അവർ പല ചോദ്യങ്ങളും വരുണിനോട് ചോദിക്കുന്നുണ്ട്. വരുൺ അതിനെല്ലാം വളരെ മനോഹരമായിട്ട് ആൻസറും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുൺ പുറത്തിരുന്ന് രാധികയെ ഫോണിൽ വിളിക്കുക. അന്നേരം രാധിക ഓടി വന്ന് കോൾ എടുക്കുന്നുണ്ട്. ആ വരുൺ, എന്തായി? ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? ആടോ, ഇൻ്റർവ്യൂ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നോടിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. മിക്കവാറും ഇന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുമായിരിക്കും. വരുൺ നോക്കിക്കോ, വരുൺ ഈ ജോലി എന്താണെങ്കിലും കിട്ടും. വരുൺ ഇൻ്റർവ്യൂവിൽ ഉറപ്പായിട്ട് പാസ്സാവും, എനിക്ക് ഉറപ്പുണ്ട്. വരുൺ പോയതിനു ശേഷം ഞാൻ ഭഗവാന് മുമ്പിൽ തന്നെ ആയിരുന്നു. അത് ശരി, അപ്പോൾ ഭഗവാന് കരണസൗര്യം കൊടുത്തിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, എൻ്റെ വരുണൊരു നല്ല നിലയിലെത്തുന്നത് വരെ ഇനി ഭഗവാൻ സമാധാനം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ പിന്നാലെ നടന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ശരി ശരി, എന്നാലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ഈ സമയം HR വരുണിൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. വരുൺ, അവിടെ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ വരുൺ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുൺ അങ്ങോട്ട് ചെന്നോളൂ. അങ്ങനെ വരുൺ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ആ പെൺകുട്ടി പ്ലാനിങ് പോലെ എല്ലാം നടക്കുന്നതിൻ്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇതേസമയം വരുണാണെങ്കിൽ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അന്നേരം ആ ബോർഡിലുള്ളവർ പറയണേ, വരുൺ, നിങ്ങളുടെ പ്രൊഫൈലും ഡീറ്റെയിൽസും CVയും എല്ലാം ഞങ്ങൾ പരിശോധിച്ചു. റിയലി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് വരുണിനെ ഞങ്ങൾ ഈ കമ്പനിയിലെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുവാണ്. അത് കേൾക്കുന്നതും വരുണിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വരുണിന് ഒത്തിരി സന്തോഷമാകുക. ഇതാ വരുൺ, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഇതിലെ സാലറി പാക്കേജിലും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു അവർ കമ്പനി. അങ്ങനെ വരുൺ ഒത്തിരി സന്തോഷത്തോടെ അവരോടൊക്കെ നന്ദി പറയുവാണ്. അങ്ങനെ ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ വരുൺ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണസേവാശ്രമമാണ്. അവിടെ രാധിക ഒരു അമ്മയെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ശങ്കർജിക്കൊപ്പം. ആ അമ്മേനെ രാധിക ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്പറിലേക്കാണ് കേട്ടോ രാധിക വിളിക്കുന്നത്. അവരങ്ങനെ ആ സ്ത്രീയുടെ അരികിലേക്ക് രാധികയുടെ ഫോൺ കൊണ്ടുപോയി കൊടുക്കുമോ. അതെ, നിങ്ങളിവിടെ ആക്കിയ പെൺകുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ കാര്യം മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ ആ അമ്മ ഫോൺ വാങ്ങിക്കുക. ഹലോ മോളെ. ആ അമ്മേ, സുഖമല്ലേ ഇവിടെ? പിന്നെ ഞാൻ മോള് എന്നെ മറന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുമായിരുന്നു. മോളിനി എന്നെ വിളിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതെന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം? ഞാൻ പറഞ്ഞതല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മേനെ ഞാൻ വിളിക്കുമെന്നും അവിടെ വന്ന് അമ്മയെ കാണുമെന്നും. മോളങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ എന്നോട് ഒരു ബന്ധവും ഇല്ലാത്ത മോള് എങ്ങനെയാണ് എൻ്റെ കാര്യം ഓർക്കുകയും എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ എൻ്റെ കൂട്ടലുകളെല്ലാം തെറ്റിച്ചു. സ്വന്തം മക്കൾ പോലും കാണിക്കാത്ത സ്നേഹവും കാരുണ്യമൊക്കെയാണ് ഈ മോളെന്നോട് കാണിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, അവിടെ എല്ലാവരോടും കൂട്ടൊക്കെ ആയോ? അവിടുത്തെ വാസമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ ഇവിടെ എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. ആശ്രയവും അഭിയും നഷ്ടപ്പെട്ടവർ, മക്കളാൽ പുറന്തള്ളപ്പെട്ടവർ, അങ്ങനെ കുറേ പേരുണ്ട്. അവർക്കൊപ്പം ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞും സന്തോഷത്തോടെ തന്നെയാണ് മോളെ ഞാനിവിടെ താമസിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, അവിടുത്തെ ഏറ്റവും നല്ല കൂട്ടുകാരൊക്കെ ആരൊക്കെയാണ്? കേൾക്കട്ടെ, വിശേഷങ്ങളൊക്കെ പറ. ഇവിടെ എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഏഞ്ചൽ മേരി. ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ്, പാവമാണ്, എല്ലാവരോടും നല്ല സ്നേഹവും. കൊള്ളാലോ, നല്ല പേര് ഏഞ്ചൽ മേരി. മോൾക്ക് സംസാരിക്കണോ? ഞാനേ ഏഞ്ചലിന് ഫോൺ കൊടുക്കാം. ആരെങ്കിലും ഇങ്ങനെ ഏഞ്ചലിനോട് സംസാരിക്കുമ്പോൾ ഏഞ്ചലിനോട് നല്ല സന്തോഷമായിരിക്കും. എന്നാൽ ശരി, ഫോൺ കൊടുക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഈ സമയം അവിടെ ശ്യാമയാണെങ്കിൽ മീനാക്ഷി മോള് ബാക്കി കുട്ടികളുമായിട്ട് കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം ഇരിക്കും ആ അമ്മ ശ്യാമയുടെ അരികിലെത്തുന്നത്. അതെ ഏഞ്ചൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഒരു കുട്ടി രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയ കാര്യം? ആ മോളായിപ്പോൾ വിളിക്കുന്നത്. മോൾക്ക് ഏഞ്ചലിനോടൊന്ന് സംസാരിക്കണമെന്ന്. ഇതാ ഫോൺ പിടിക്ക്, മോളോട് സംസാരിക്കുക ഏഞ്ചൽ. അങ്ങനെ ശ്യാമ ഫോൺ വാങ്ങാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയത്താണ് മീനാക്ഷി മോള് കളിക്കുന്നതിനിടയിൽ അവിടെ താഴെ വീഴുന്നത്. അത് കാണുന്നതും ശ്യാമ അയ്യോ എൻ്റെ മോള് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് എണീറ്റ് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ഫോണിലൂടെ ശ്യാമയുടെ ശബ്ദം രാധിക കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ശബ്ദം കേൾക്കുന്നതും രാധിക വല്ലാതെ അങ്ങ് അസ്വസ്ഥയാകുവാണ്. അങ്ങനെ ശ്യാമ മോളുടെ അരികിലേക്ക് ചെല്ലുക. എന്താ മോളെ ഇത്, സൂക്ഷിച്ച് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, മോള് വന്നേ എന്നും പറഞ്ഞ് ശ്യാമ മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അമ്മ രാധികയോട് പറയണേ, മോളെ അതെ ഏഞ്ചലിൻ്റെ മോളെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് തെന്നി വീണു. ഏഞ്ചൽ മോളുടെ അരികിലേക്ക് പോയിരിക്കുക. പാവം പേടിച്ച് പോയെന്നാണ് തോന്നുന്നത്.
ഈ സമയം രാധിക പറയണേ, അമ്മ പറഞ്ഞ നേരാ, എന്തോ നമുക്കൊരു പരിചയമുള്ള ആൾ സംസാരിക്കുന്ന പോലെയായിരുന്നു ആ ഏഞ്ചലിൻ്റെ ശബ്ദം. എന്താണെങ്കിലും മോള് വിഷമിക്കണ്ട കേട്ടോ, ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ ഏഞ്ചലിനോട് നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും ഇവിടെയുള്ളവരോടൊക്കെ ഞാൻ പറയും എനിക്കൊരു മോളുണ്ടെന്ന്, എൻ്റെ രാധിക മോള്. എന്നാൽ ശരിയമ്മേ, ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കാം കേട്ടോ. അവിടെയുള്ള സ്റ്റാഫിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ അതിൽ നിന്ന് വിളിച്ചാൽ മതി. ഞാനും ഒരു ദിവസം അങ്ങോട്ടേക്ക് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് രാധിക അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് യശോദയും ദേവനും ജയഭാരതി അമ്മയും എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് രാധിക അരികിലേക്ക് വരുക. അല്ല, എന്താ ഇത്, 3 പേരും കൂടി ഒരുമിച്ചിരുന്നിട്ടും ഒരനക്കമില്ലല്ലോ, എന്തു പറ്റി? അന്നേരം മുത്തശ്ശി ചോദിക്കണേ, മോളെ രാധികയെ വരുൺ നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. വരുൺ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, ഇനി തിരക്കിലോ മറ്റോ ആണെങ്കിലോ എന്ന് കരുതി. എല്ലാം നന്നായാൽ മതിയായിരുന്നു. ഈ സമയം യശോദ പറയണേ, എന്നാലും വരുണിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാതെ കഷ്ടം തോന്നുമോ? എങ്ങനെ നടന്നിരുന്ന പയ്യനായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഓരോ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്ത് ഓരോ കമ്പനിയിലും നടക്കുമല്ലേ. എല്ലാം നന്നായി തന്നെ അവസാനിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് യശോദയും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുവാണ് കേട്ടോ. ഈ സമയത്താണ് മുറ്റത്ത് സ്കൂട്ടിയിലോ ചേക്കുന്നത്. അങ്ങനെ രാധിക മുറ്റത്തേക്ക് ഓടി ചെല്ലുക. ഈ സമയം വരുൺ അവിടെ എത്തുവാണ് കേട്ടോ. വരുൺ എത്തിയായിരുന്നോ? അന്നേരം വരുണിൻ്റെ മുഖത്താണെങ്കിൽ യാതൊരുവിധ സന്തോഷമില്ല. വല്ലാത്തൊരു നിരാശയോടെ തന്നെ വരുൺ അകത്തേക്ക് കയറി പോകുക. അന്നേരം വരുണിൻ്റെ ആ മുഖഭാവമൊക്കെ കാണുന്നതും ഇൻ്റർവ്യൂവിൽ പതിവ് പോലെ തന്നെ തന്നെ സെലക്ട് ചെയ്തിട്ടില്ലെന്ന് രാധികയ്ക്ക് മനസ്സിലാകുവാണ്. ഈ സമയം വരുൺ വന്ന് എല്ലാവരുടെ ഒപ്പം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്തായടാ, എന്ത് പറ്റുമോനെ? അത് പിന്നെ മുത്തശ്ശിയും, ഇൻ്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്തു, എനിക്ക് ആ ജോലി കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സാലറി പാക്കേജ് ഉണ്ട്. വരണത് പറഞ്ഞിട്ടും ആർക്കും വിശ്വാസമില്ല കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. അന്നേരം ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരുൺ പറയണേ, എന്താ ഇത്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാലറിയോട് കൂടി തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. എന്നിട്ടാണോ വരുൺ ഇങ്ങനെ ഒരു സന്തോഷവും ഇല്ലാതെ പറഞ്ഞത്? ഞങ്ങളാകെ പേടിച്ചു പോയട്ടോ. ഈ സമയം വരുൺ പറയണേ, എൻ്റെ മുത്തശ്ശി, അങ്ങനെ ചുമ്മാ ഈ കാര്യം വെട്ടി തുറന്നങ്ങ് പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ? ഇത് പിടിക്ക്. അന്നേരം രാധിക തുറന്നിട്ട് വരണേ, സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും രാധിക സ്വീറ്റ്സൊക്കെ കൊടുക്കുവാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ എന്താടാ ജോലി? മുത്തശ്ശി, ഒന്നും കൊണ്ടും പേടിക്കണ്ട, കടമംഗലത്തെ കൊച്ചുപോനെ അവിടുത്തെ മാനേജറായിട്ട് തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അതേക്കുന്നതും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ പറയണേ, ഇപ്പോഴാണ് മോനെ ആശ്വാസമായത്. എന്താണെങ്കിലും മോളുടെ പ്രാർത്ഥനകളെല്ലാം ഫലിച്ചല്ലോ. മോൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ജോലി കിട്ടിയില്ലേ? അന്നേരം വരുൺ സന്തോഷത്തോട് പറയണേ, അതെ അച്ഛാ, രാധികയുടെ പ്രാർത്ഥനയുടെ ഫലം ഈ ജോലി എനിക്ക് കിട്ടിയത്. അതെ, തൻ്റെ ഭഗവാനോട് ശരിക്കും ഒരു നന്ദി തന്നെ പറയണം കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വരുണും രാധികയും റൂമിൽ രാത്രിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അന്നേരം രാധിക വരുണിന് ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് രാധികയുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, അതെ, ഇന്നത്തെ ദിവസത്തിൽ മൊത്തത്തിൽ നല്ല സന്തോഷത്തിലാണ്. അത് കാരണം തൽക്കാലം താൻ ട്രാക്ക് മാറി പോകണ്ട കേട്ടോ. നമുക്ക് ഈ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് പുറപ്പെടുവാണ് വരുൺ. പിന്നാലെ തന്നെ രാധികയും അവിടെ ജോലിക്ക് വരുന്ന ചേച്ചിയും കൂടി തങ്ങളുടെ സദ്യയുടെ പരിപാടികളൊക്കെ വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുന്നുണ്ട്. ഈ സമയം പുറത്തേക്ക് പോയ രാധികയുടെയും ആ ചേച്ചിയുടെ മുമ്പിലേക്ക് അവരുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ കിട്ടുവാണ്. അങ്ങനെ രാധിക അയാളുടെ അരികിലേക്ക് ചെല്ലുക. അതെ, ഷാജി സൂര്യകാന്തി അല്ലേ? അതെ, എന്നെ മനസ്സിലായോ? അന്നേരം അയാൾ രാധികയെ നോക്കിക്കൊണ്ട് ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് SS ഗ്രൂപ്പ്സിൻ്റെ MD ആയിട്ടുള്ള സോന ഉണ്ടല്ലോ, അവിടെ ക്യാബിലിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം വരുണിൻ്റെ പ്രൊഫൈലൊക്കെ സോനക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടുത്തെ ബോർഡ് അംഗങ്ങൾ. അങ്ങനെ ഇന്നലത്തെ ഇൻ്റർവ്യൂവിന് അവിടെ വരുണോട്ടുള്ള പ്രശ്നം കാരണം സോനക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായില്ലല്ലോ. അത് കാരണം ഇന്നാണ് കേട്ടോ സെലക്ട് ചെയ്ത ആളെ പരിചയപ്പെടാൻ വേണ്ടി സോന വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ CV ഒക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന സോന പറയണേ, ആഹാ, പ്രൊഫൈലൊക്കെ കൊള്ളാലോ, ഇമ്പ്രസീവ് ആണല്ലോ. അന്നേരം അയാൾ പറയണേ, അതെ മാഡം, ഇൻ്റർവ്യൂവിന് വന്ന 3 പേരിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തതും ഇയാൾ തന്നെയാണ്. മാഡം, ഇതാണ് ആൾ എന്നും പറഞ്ഞ് വരുണിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഈ സമയം വരുണും MDനെ കാണാനായിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞ് ക്യാബിനിലേക്ക് കയറുന്നതും ആ സമയത്താണ്
സോന തിരിഞ്ഞ വരുണിനെ നോക്കുന്നതും അങ്ങനെ വരുണിനെ കാണുന്നതും സോന ഞെട്ടി ഷോക്കായി ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. സോനയെ കണ്ട് വരുണും ടെൻഷനോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്